നമ്മൾ 12 രാശികളിലായി 27 നക്ഷത്രങ്ങളുടെ വിഷുബലമാണ് പ്രവചിച്ചുകൊണ്ടിരുന്നത് ശർമാജി. ഇപ്പം മീനൻ രാശിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. മീനൻ രാശി പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനൻ രാശിക്കാർക്ക് ഈ ഒരു വിഷുഫലം എങ്ങനെയാണെന്നൊന്ന് പ്രവചിക്കാമോ? നമുക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനമാന്ദ്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അവ മാറി പഠിച്ചേ പറ്റൂ, വിജയിച്ചേ പറ്റൂ, മാർക്ക് കൂടിയേ പറ്റൂ എന്നുള്ള ഒരു ധാരണകളും അതിനുവേണ്ട ട്യൂഷൻ, ഉപദേശം, അവസരം, ഈശ്വരാനുഗ്രഹം വന്ന് നല്ലവണ്ണം പഠിക്കാനുള്ള അവസരവും നല്ല മാർക്ക് വാങ്ങാനും മെറിറ്റിൽ വരാനും തിളങ്ങാനും അവാർഡുകൾ വരെ വാങ്ങാനുള്ള ഭാഗ്യങ്ങളുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും ജോലിക്ക് അവസരങ്ങൾ ജൂലൈ മാസം മുതലുണ്ട്. ആ ജോലിയിൽ അവർ തിളങ്ങും, അവരുടെ കഴിവ് കാണിക്കും. മിടുക്കൻ അല്ലെ മിടുക്കി, സമർത്ഥൻ എന്നുള്ള പേരുകൾ ഒക്കെ സമ്പാദിക്കാൻ സാധ്യതയുണ്ട്. കുടുംബസ്ഥർക്ക് മക്കളെ സംബന്ധിച്ച് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും അവരുടെ പഠിത്തം അല്ലെങ്കിൽ ജോലി അല്ലെ കല്യാണം, അവരുടെ വസ്തു അല്ലെ വീട്, ഉപജീവനമാർഗം അല്ലെ താമസ സൗകര്യം എന്നിവയാൽ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഉള്ള സൗഭാഗ്യങ്ങൾ ഉള്ള കാലമാണ്. അതുപോലെ കായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് പേരും പ്രസിദ്ധിയും നല്ലോണം തിളങ്ങുകയും ജനങ്ങളുടെ ഹർഷാരവം, കയ്യടി മുതലായതുണ്ടാവുകയും അടിക്കടി നല്ല അവസരങ്ങൾ വന്നു ചേരുകയും ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം സാമർഥ്യം, മനസ്സന്തോഷം അല്ലെങ്കിൽ ജനപിന്തുണ ഇത്യാദികളൊക്കെ വരും. രോഗികൾക്ക് ആശ്വാസം, കച്ചേരി കോടതിയിൽ നിൽക്കുന്നവർക്ക് ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ വിജയത്തിനോ തുടക്കത്തിലെ തന്നെ അതിനുള്ള അവസരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ജന്മശനി ആയതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി, നീര് ഇത്യാദികൾ ഏതെങ്കിലും, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ വൈറ്റമിൻസ് കുറവ് ഇത്യാദികളോ, പെട്ടെന്ന് ഏതെങ്കിലും വാർദ്ധക്യ സഹജമായ ലക്ഷണങ്ങൾ വരികയോ, ഏതെങ്കിലും തരത്തിലുള്ള എത്രയൊക്കെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടെങ്കിലും അവയ്ക്ക് മീതെ എന്തോ ഒരു മൗനം, മന്ദത, വിഷാദം ഇപ്രകാരം ഉണ്ടാവാനുള്ള സാധ്യതയും. ചിത്തിരജ്യോതി, വിശാഖം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തിക ഞെരുക്കം, മാനസിക ദൗർബല്യം, ഉറക്കക്കുറവ്, ആഹാരത്തിന് രുചിക്കുറവ്, അതുപോലെ തന്നെ വിഷമവാർത്തകൾ, ഇതൊക്കെ കച്ചവടക്കാർക്കൊക്കെ ഈ ദിവസങ്ങളിൽ പരാജയവും, രാഷ്ട്രീയ കലാരംഗങ്ങളിൽ ജോലി ബിസിനസ്സുകാർക്കൊക്കെ ഈ ദിവസങ്ങളിൽ കഷ്ടനഷ്ടങ്ങളും, ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രം വരുന്ന ചതയം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ആഹ്ലാദഭരിതമായ നിമിഷങ്ങൾ, സാമ്പത്തിക പുരോഗതി, തൊഴിൽ പുരോഗതി, കുടുംബത്തിലും ജോലിയിലും സന്തോഷം, കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധി, അല്പം ധനം സ്റ്റോക്ക് ചെയ്യാനുള്ള യോഗങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള നർമ്മ സംഭാഷണങ്ങൾ, യുവാക്കൾക്കാണെങ്കിൽ പുതു പ്രേമരംഗങ്ങൾ ഉടലെടുക്കാനുള്ള ഭാഗ്യം, യോഗം എന്ന് വച്ചാൽ അവയിൽ നിന്ന് ഗുണാനുഭവങ്ങളുണ്ടാവും. അവിവാഹിതർക്ക് സംതൃപ്തമേറിയ വിവാഹബന്ധം, കുടുംബത്തിൽ ശാന്തി, സമാധാനം. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിപ്രീതി, നീരാഞ്ജനം, ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം, നെയ്വിളക്ക്, സർപ്പത്തിന് നൂറും പാലും, ഈ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. വളരെയധികം സന്തുഷ്ടകരമായ ഒരു രാശിയാണ് ഈ നക്ഷത്രക്കാർക്കുള്ളത്. എന്തെങ്കിലും തരത്തിൽ സ്വത്ത്, ഭൂമി, കെട്ടിടം, വാഹനം, ഉരുപ്പടികൾ, ജംഗമം, സൗഹാർദ്ദം എന്നിവ സമ്പാദിക്കുന്നതിനും ദുഷ്പേര് മാറിക്കിട്ടാനും ഒക്കെ ഇടയാവുന്നൊരു കാലമാണ്.